Hello students, in the last class we have completed our first chapter of business research methods, that is business research. Today we are going to start our discussion on the second chapter, is called phases of business research. Before going to the discussion on phases of business research, we have to understand the term what is business research. We already discussed, we know it is a systematic and objective process of gathering, recording and analyzing data for making managerial decisions in companies, or it is a systematic or organized effort to investigate a specific problem concerned with the working of a company or enterprises. So every business research has some specific objective, and it is intended to find out things about business matters in a systematic way. We know it is a systematic process. So the main purpose of business research is to provide knowledge and to increase the understanding by providing reliable procedure that helps the business managers for taking managerial decisions effectively. സോ നമുക്കറിയാം, നമ്മുടെ ബിസിനസ് റിസർച്ചിൻ്റെ ടൈപ്പുകളെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബിസിനസ് റിസർച്ച് ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബിസിനസ്സിലുള്ള പ്രോബ്ലങ്ങളുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ബിസിനസ് റിസർച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ റിസർച്ച് എന്ന് മാറി ബിസിനസ് കാര്യങ്ങളിൽ വരുന്ന മാനേജേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിന് ആൻസേഴ്സ് കണ്ടുപിടിക്കുക, അതാണ് ബിസിനസ് റിസർച്ച്. സോ നമ്മൾ സാധാരണ നോർമൽ ഓർഡിനറി റിസർച്ച് സ്റ്റെപ്സ് കഴിഞ്ഞ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 13ഓളം സ്റ്റെപ്പ് വരുന്ന റിസർച്ച് പ്രോസസ്. ബട്ട് ബിസിനസ് റിസർച്ച് ഹാസ് സം ഡിഫറെൻറ്റ് phases. It consists of 6 steps, include problem definition, second development of an approach to the problem, then research design formulation, then data collection, data analysis and interpretation, and last report preparation and presentation. ഇതാണ് ഒരു ബിസിനസ് റിസർച്ചിൽ വരുന്ന സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള സാധാരണ ഓർഡിനറി റിസർച്ച് പ്രോസസ്സിൽ വരുന്ന സ്റ്റെപ്പുകൾ തന്നെയാണ് ഇതിലും വരിക. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ബിസിനസ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ആക്ച്വൽ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു മാറ്റമുള്ള രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന ഫേസസ് എന്ന് പറയുമ്പോൾ. അതിൻ്റെ ഒരു ഫേസസ് ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ്, ഫേസിലൂടെയാണ് ബിസിനസ് റിസർച്ച് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ റിസർച്ചുകൾ നമ്മൾ ഒരുപാട് ടൈപ്സ് പഠിച്ചിട്ടുണ്ട്. അതിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, അപ്ലൈഡ്, കാഷ്വൽ, ബേസിക് റിസർച്ചുകളൊക്കെ നമുക്ക് ബിസിനസ് റിസർച്ചിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ബിസിനസ് റിസർച്ച് എന്നുള്ളതിലേക്ക് നോക്കാം. സോ ഫേസസ് ഓഫ് ബിസിനസ് റിസർച്ച്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രോബ്ലം ഡെഫിനിഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പനിയുടെ മാനേജേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ് എന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ബിസിനസ് റിസർച്ച് ഈസ് ടു ഡിഫൈൻ ദ പ്രോബ്ലം ചൂസൺ ഫോർ ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ പഠിക്കാൻ ചൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ഡിഫൈൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ പ്രോബ്ലം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ്സ് എ പ്രോബ്ലം മീൻസ് എ ക്വസ്റ്റ്യൻ ഓർ എൻ ഇഷ്യൂ ടു ബി എക്സാമിൻഡ്. നമ്മൾ എക്സാമിൻ ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഇഷ്യൂ ആണ് എന്ത് പ്രോബ്ലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എ റിസർച്ച് പ്രോബ്ലം refers to some kind of problem which a researcher experiences or observes in the context of either a theoretical or practical situation. റിസർച്ച് എന്ന് പറയുന്നത് ബിസിനസ്സുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നതോ ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കാം. ഇൻ ദ കണ്ടക്സ്റ്റ് ഓഫ് എയ്തർ ഏത് രീതിയിലാവും, ഒന്നെങ്കിൽ തിയറിറ്റിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ കാണുന്നതായിട്ടുള്ള പ്രോബ്ലംസ് ആവാം. പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ ചിലപ്പം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. മോട്ടിവേഷണൽ എഫക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റബിലിറ്റി, പ്രൈസിങ് സ്ട്രാറ്റജീസ്, അതൊക്കെ പ്രാക്ടിക്കൽ ഇഷ്യൂ ആണ്. തിയറിറ്റിക്കൽ അല്ലാതെ എന്തുണ്ടാവും? ഇഷ്യൂസും ഉണ്ടാവും. എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ കുറിച്ചിട്ട്, ഇതൊക്കെ തിയറിറ്റിക്കൽ ബേസ് ആണ്. അപ്പോൾ ആ തിയറിറ്റിക്കൽ ആവാം അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സിറ്റുവേഷനിലെ പ്രോബ്ലം ആവും.
So first step of business research is to define the problem clearly. We know a business is a wide field and covers all activities for profit. So when dealing with research, even non-profit organizations are covered, such as non-government organizations, charities, welfare institutions. So the business field is wide, so there are a number of business problems. സോ ഈ വരുന്ന ഇഷ്യൂകളിൽ നിന്ന് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യും. അതിൽ നിന്നൊരു പ്രോബ്ലം നമ്മൾ കണ്ടുപിടിച്ച് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഏതൊക്കെ തരത്തിലാണ് റിസർച്ച് ബിസിനസ് പ്രോബ്ലംസ് ഉണ്ടാവുക? ഫസ്റ്റ് വൺ, എക്സിസ്റ്റിംഗ് പ്രോബ്ലം ഓഫ് റൊട്ടീൻ നേച്ചർ. സാധാരണ ഡെയിലി വരുന്ന റൊട്ടീൻ ആക്ടിവിറ്റീസിൽ വരുന്ന പ്രോബ്ലംസ് ഉണ്ടാവും. എക്സിസ്റ്റിംഗ് പ്രോബ്ലം ഓഫ് എ റൊട്ടീൻ നേച്ചർ. റൊട്ടീൻ എന്ന് മീൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് അല്ലേ. അപ്പം സാധാരണ ഡെയിലി ബിസിനസ് വർക്കിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന പ്രോബ്ലംസ് ഉണ്ടാകും. അതിൽ ഉണ്ടായിരിക്കുന്ന എന്താണ് ഇഷ്യൂസ് നമുക്ക് പ്രോബ്ലമായിട്ട് കാണാം. ദെൻ പ്രോബ്ലം ഏരിയാസ് നീഡിങ് ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമില്ല പ്രോബ്ലംസ് ആവാം. പ്രൈസിങ് സ്ട്രാറ്റജീസ്, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് പ്രൈസിങ്ങിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ പഠിക്കുക. അല്ലെങ്കിൽ മോട്ടിവേഷൻ ലെവൽ ഓഫ് എംപ്ലോയീസിൻ്റെ മോട്ടിവേഷൻ എത്രത്തോളമാണ്. അത് നിലവിലൊരു മോട്ടിവേഷൻ ഉണ്ടാവുമല്ലേ, അത് ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുള്ള കാര്യം. അപ്പോൾ അതിനുള്ള പ്രോബ്ലംസ് ആവാം. അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടി വരുന്ന ചില ഏരിയാസിൽ റിസർച്ചുകൾ ഉണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവും. ദെൻ കൾച്ചർ ഇഷ്യൂസ് ദാറ്റ് മേ ബി സെൻസിറ്റീവ് ആൻഡ് പൊട്ടൻഷ്യാലിറ്റി പ്രോബ്ലമാറ്റിക്. അതായത് സെൻസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യലി പ്രോബ്ലം ആയിട്ടുള്ള ഇഷ്യൂസ്, കൾച്ചറൽ ഇഷ്യൂസ്, കമ്പനിയിൽ വരുന്ന ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന, അല്ലെങ്കിൽ എംപ്ലോയർ റിലേഷൻഷിപ്പിൽ വരുന്ന, കസ്റ്റമർ എംപ്ലോയി റിലേഷൻ വരുന്ന, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും സെൻസിറ്റീവ് ആയിട്ടുള്ള. അതിൽ വരുന്ന പ്രോബ്ലംസ് ആണ്. ഓർ സം അഡ്വാൻസ്ഡ് നോളജ് വിച്ച് മേ ഗിവ് ആൻ എഡ്ജ് ടു ദ കമ്പനി വൈൽ കോമ്പറ്റിങ് ഇൻ ദ മാർക്കറ്റ്. അല്ലെങ്കിൽ നമ്മളെ മാർക്കറ്റിലെ കോമ്പറ്റീഷന് ബന്ധപ്പെട്ടിട്ട് കമ്പനിക്ക് വരുന്ന കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, അവർക്ക് വരുന്ന ഒരു ബെനിഫിറ്റ്, പ്രൈസിങ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ്, സപ്ലൈ ചെയിൻ്റെ കാര്യങ്ങൾ, ഇതിൽ വരുന്ന ഇതൊക്കെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊക്കെ വരുന്ന പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്യൂ അല്ലെങ്കിൽ പ്രോബ്ലം ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ബിസിനസ് പ്രോബ്ലം ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. Then a problem definition is an important step because once problem is defined, half of the problem is over. നല്ല രീതിയിൽ ക്ലിയർ കട്ടായിട്ട് വൃത്തിയായിട്ട് പ്രോബ്ലം ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളെ റിസർച്ചിൻ്റെ പകുതി കാര്യം കഴിഞ്ഞു എന്നാണ്. കാരണം പ്രോബ്ലം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെയുള്ള വർക്കുകളൊക്കെ എന്താവും, അതിനനുസരിച്ച് ഫെയിലിയർ ആയി പോകും. അപ്പം നമ്മളെ പ്രോബ്ലം എന്താണ് ആക്ച്വലി മനസ്സിലാക്കി അത് നല്ല രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പകുതി വർക്ക് കഴിഞ്ഞു. ഇഫ് പ്രോബ്ലം ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്, ദ റിസർച്ച് എക്സസൈസ് ഡൺ ബൈ ദ റിസർച്ചർ ബിക്കം യൂസ്ലെസ്. തെറ്റിക്കഴിഞ്ഞാൽ റിസർച്ച് ചെയ്യുന്ന ആക്ടിവിറ്റീസ് അതെന്തായും യൂസ്ലെസ്, ഫെയിലിയർ ആവാൻ സാധ്യതയുണ്ട്. And problem definition consisting of discussion with the decision makers, interview with the industry experts, analysis of secondary data, etc. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. പ്രോബ്ലം ഒക്കെ ഇവിടുന്ന് കിട്ടുക, അതിൻ്റെ സോഴ്സൊക്കെ ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് വരിക, ഒന്നെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള ഡിസ്കഷൻ ആവാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രി എക്സ്പേർട്ടിനോടുള്ള അവരുടെ ഇൻ്റർവ്യൂ ആവാം, അല്ലെങ്കിൽ ഓൾറെഡി പബ്ലിഷ് ആയിട്ടുള്ള സെക്കൻഡറി ഡാറ്റാസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോബ്ലംസ് മനസ്സിലാക്കാം. അപ്പോൾ ഈ വഴിക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോബ്ലം ഡെഫിനിഷൻ ആണ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ്, ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ അപ്രോച്ച് ടു ദ പ്രോബ്ലം. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലം, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പ്രോബ്ലം സെലക്ട് ചെയ്യുകയാണ്, ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. നമ്മളൊരു പ്രോബ്ലം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ദെൻ അത് നമ്മൾ റിസർച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അപ്രോച്ച് സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അത് അപ്രോച്ച് അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. So based on the definition of business research problem, an appropriate approach is to be developed. It include formulating objective ഉണ്ടാക്കണം, or theoretical framework. അല്ല, എന്താണ് നമ്മൾ മേജർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് റിസർച്ചിൻ്റെ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്, അതിൻ്റെ ബേസിസിൽ വരുന്ന തിയറീസ് ഉണ്ടാവും. അല്ല, ഇപ്പോൾ മോട്ടിവേഷനെ കുറിച്ച് നിങ്ങൾ പഠിക്കണമെങ്കിൽ മോട്ടിവേഷനെ കുറിച്ച് ഓൾറെഡി വന്നിട്ടുള്ള തിയറീസ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഓതേഴ്സുകൾ അല്ലെങ്കിൽ മറ്റ് റിസർച്ചേഴ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ദെൻ അനലിറ്റിക്കൽ മോഡൽ, എങ്ങനെയാണ് നിങ്ങൾ അനാലിസിസിന് വേണ്ടിയിട്ട് വല്ല മോഡൽസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ. റിസർച്ച് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അതാണ് മേജർ, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ റിസർച്ചിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. ദെൻ ഹൈപ്പോസ് ക്രിയേറ്റ് ചെയ്യണം. ദെൻ ഐഡൻറ്റിഫൈങ് ക്യാരക്ടേഴ്സ് ആൻഡ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് റിസർച്ച് ഡിസൈൻ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അപ്പം അപ്രോച്ച് എന്തുകൊണ്ട് മീൻ ചെയ്യുന്നത്, ഈ ഏരിയാസ് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ് നമ്മൾ
കണ്ടുപിടിക്കണം, തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് വേണം, അനലിറ്റിക്കൽ മോഡൽ വേണം, റിസർച്ച് ക്വസ്റ്റ്യൻസ്, ഹൈപ്പോത്തിസിസ്, ദെൻ എനി അതർ ഫാക്ടേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് അഫക്റ്റ് റിസർച്ച് ഡിസൈൻ. ഇതാണ് അപ്രോച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് the researcher to determine how the research design and sample is to be selected. ഇതെന്തിനാണ് ചെയ്യുന്നത്? ഈ അപ്രോച്ച് എന്തിനാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്? നമ്മളുടെ റിസർച്ച് ഡിസൈൻ പ്രോപ്പറായിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാൻ, ഫ്രെയിം ചെയ്യാൻ, ദെൻ സാമ്പിൾ സെലക്ട് ചെയ്യാൻ, ഏത് സാമ്പിളിങ് യൂസ് ചെയ്യണം, എത്ര സാമ്പിൾസ് വേണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഒബ്ജക്റ്റീവ് അറിയണം, ദെൻ ടൂൾസ്, എന്തൊക്കെ അനലിറ്റിക്കൽ മോഡൽ അറിയണം, റിസർച്ച് ക്വസ്റ്റ്യൻസ് അറിയണം, ഹൈപ്പോത്തിസിസ് അറിയണം. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മളെ സാമ്പിളും റിസർച്ച് ഡിസൈൻസും ഏത് റിസർച്ച് ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാം. Then theoretical consideration provide information on how variables should be operationalized and measured. Theoretical consideration അല്ലെങ്കിൽ തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് എന്തിനാണ് ചെയ്യുന്നത്? നമ്മളെ ടോപ്പിക്കിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തിയറി, അതിൻ്റെ ബേസായിട്ടുള്ള തിയറി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൂടെ നമുക്ക് ഏതൊക്കെ വേരിയബിൾസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്, ആ വേരിയബിൾസ് എങ്ങനെയാണ്, ഏതൊക്കെ റിലേഷൻഷിപ്പാണ് ആ വേരിയബിൾസ് തമ്മിലുള്ളത്, എങ്ങനെ അത് മെഷർ ചെയ്യും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ദെൻ അനലിറ്റിക്കൽ മോഡൽ. എന്തിനാണ് അനലിറ്റിക്കൽ മോഡൽ കണ്ടുപിടിക്കുന്നത്? ഇറ്റ് ഹെൽപ്സ് റിസർച്ചർ ടു ഐഡൻറ്റിഫൈ ദ റിലവൻറ്റ് റിസർച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ഹൈപ്പോത്തിസിസ്. നമുക്ക് റിസർച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ ഹൈപ്പോസിസും ഫ്രെയിം ചെയ്യേണ്ടതുണ്ട്. അത് എന്തിൻ്റെ ബേസിലാണ് ചെയ്യുക? അനലിറ്റിക്കൽ മോഡലിൻ്റെ ബേസിലാണ്. അപ്പോൾ അനലിറ്റിക്കൽ മോഡൽ എന്ന് പറയുന്നത് ചിലപ്പം ചില മാത്തമെറ്റിക്കൽ മോഡലായിരിക്കാം, ചില റിസർച്ചുകൾ ചെയ്യാം, അല്ലെങ്കിൽ മറ്റല്ലെങ്കിൽ വേരിയബിളിൻ്റെ റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മോഡൽസ് ആവാം. അങ്ങനെ എന്തെങ്കിലും മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബേസിൽ നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യൻസും ഹൈപ്പോസിസും ക്രിയേറ്റ് ചെയ്യും. ദെൻ അനലിറ്റിക്കൽ മോഡൽ കംപ്രൈസസ് ഓഫ് ഗ്രാഫിക്കൽ മോഡൽ ആവാം, അത് ഗ്രാഫുകൾ കാണിച്ചുകൊണ്ട് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ വേബിൾ ജസ്റ്റ് എഴുതിയിട്ട് ഒരു തിയറി പോലെ പറയുന്ന മോഡലാവാം, അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ, ഒരു ഇക്വേഷൻസ് ഫോർമുലേറ്റ് ചെയ്യാം. നമ്മൾ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാക്കാറില്ല പല മാനേജൽ എക്കണോമിക്സിലൊക്കെ, ഡിമാൻഡ് ഫംഗ്ഷനും സപ്ലൈ ഫംഗ്ഷനൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും മോഡൽ, ഒരു മാത്തമെറ്റിക്കൽ ഫോർമുല ഉണ്ടാക്കണമെങ്കിൽ അതൊക്കെ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. സോ റിസർച്ച് ക്വസ്റ്റ്യൻസ് ആർ ഫർദർ റീഡിഫൈൻഡ് ടു ഹൈപ്പോത്തിസിസ്. അതിലൂടെ നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നു, അതിലൂടെ നമ്മൾ ഹൈപ്പോസിസും ഡെവലപ്പ് ചെയ്യുന്നു. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വരുന്നത്, ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ അപ്രോച്ച് ടു ദ പ്രോബ്ലം. ദെൻ തേർഡ് സ്റ്റെപ്പ്, റിസർച്ച് ഡിസൈൻ ഫോർമുലേഷൻ. അത് നമ്മൾ ഓർഡിനറി റിസർച്ച് സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. നമുക്കറിയാം എന്താണ് റിസർച്ച് ഡിസൈൻ എന്നുള്ളത്, അല്ലേ? സോ ആഫ്റ്റർ ദ ഡിഫൈനിങ് റിസർച്ച് പ്രോബ്ലം ആൻഡ് ഡിസൈനിങ് ദ അപ്രോച്ചസ്, an appropriate research design is to be formulated by the researcher. So research design is and simply means a blueprint of fulfilling objectives and answering questions. It's a blueprint. നമ്മൾ റിസർച്ച് ചെയ്യാൻ നമ്മളെ വർക്കുകളുടെ ആക്ടിവിറ്റീസിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് എന്ത് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഫോർ ഫുൾഫില്ലിങ് ഒബ്ജക്റ്റീവ്സ് ആൻസറിങ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പുകളുടെ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയറിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആണ്. ഇറ്റ് ഈസ് ദ ബേസിക് ഫ്രെയിം വർക്ക് വിച്ച് പ്രൊവൈഡ്സ് ഗൈഡ് ലൈൻസ് ഫോർ റെസ്റ്റ് ഓഫ് ദ റിസർച്ച് പ്രോസസ്സ്. ബാക്കി വരുന്ന റിസർച്ച് പ്രോസസ്സുകളുടെ ഒരു ഫ്രെയിം വർക്കാണ്. അതിനു വേണ്ടി എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം പറയുന്ന ഒരു ഫ്രെയിം വർക്ക് ഗൈഡ് ലൈൻസ് ആണ് റിസർച്ച് ഡിസൈനിൽ പറയുന്നത്. സോ റിസർച്ച് ഡിസൈൻ എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ആൻ പ്ലാൻ ദാറ്റ് സ്പെസിഫൈ ദ സോഴ്സസ് ആൻഡ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ റിലവൻറ്റ് ടു ദ റിസർച്ച് പ്രോബ്ലം. ആൻഡ് അതായത് നമ്മളെ റിസർച്ചിന് റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഏതൊക്കെ ടൈപ്പ് ഇൻഫർമേഷൻ വേണം, അതിൻ്റെ സോഴ്സ് പ്രൈമറി സോഴ്സ് ആണോ സെക്കൻഡറി സോഴ്സ് ആണോ, ഡാറ്റ എവിടെ നിന്ന് കളക്ട് ചെയ്യും, ഇതിനൊക്കെ പ്രോപ്പറായിട്ടുള്ള പ്ലാൻ, ആ ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യും, കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യും, എങ്ങനെ പ്രസൻറ്റ് ചെയ്യും, ഈ കാര്യങ്ങളെക്കുറിച്ച് റിസർച്ചിൽ വരുന്ന എല്ലാ പ്രൊസീജിയറുണ്ട്. അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് അല്ലെങ്കിൽ ഡിസൈൻ ആണ് എന്ത് റിസർച്ച് ഡിസൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി വിച്ച് അപ്രോച്ച് വിൽ ബി യൂസ്ഡ് ഫോർ ഗാദറിങ് ആൻഡ് അനലൈസിങ് ഡാറ്റ ഗാദർ ചെയ്യാൻ, അതായത് അത് ഡാറ്റ നമുക്ക് കണ്ടുപിടിക്കാനും അതുപോലെ അത് അനലൈസ് ചെയ്യാനുമുള്ള ഒരു അപ്രോച്ച് ആണ് ഇതിലൂടെ പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ടൈം ആൻഡ് കോസ്റ്റ് ബഡ്ജറ്റ് സിൻസ് മോസ്റ്റ് സ്റ്റഡീസ് ആർ ഡൺ അണ്ടർ ദീസ് ടു കൺസ്ട്രെയിൻസ്. അധിക സ്റ്റഡീസുകളിലും ടൈം കോസ്റ്റ് കൺസ്ട്രെയിൻസ് ഒക്കെ പറയും. എത്ര ടൈം എടുക്കും ഈ റിസർച്ച് ചെയ്യാൻ, എത്ര കോസ്റ്റ് വേണ്ടി വരും ഈ റിസർച്ച് ചെയ്യാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു പോകാറുണ്ട്. അപ്പം റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു പ്ലാനാണ്, ഒരു ബഡ്ജറ്റ് അല്ല, ഒരു പ്രോപ്പർ പ്ലാനാണ്. നമ്മളെ ഹൗസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വീടിന് പ്ലാൻ ഉണ്ടാവില്ല, അതുപോലെ റിസർച്ചിൻ്റെ ഒരു ബാക്ക് ബോൺ ആണ് ഈ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. സോ റിസർച്ചർ ഷുഡ് സ്പെസിഫൈ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. എന്താ കാണിക്കണം? ഒന്ന് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ പറയണം. ഏത് സോഴ്സാണ്, ഇൻഫർമേഷൻ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, എവിടെ നിന്ന് കളക്ട് ചെയ്യും. ആൻഡ് റിസർച്ച് മെത്തേഡ്, ഏത് റിസർച്ച് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കണം.
ഒരു ടെക്നിക്ക് ഓൺ സാമ്പിളിംഗ് മെത്തഡോളജി. ഏത് സാമ്പിളിംഗ് മെത്തഡോളജി യൂസ് ചെയ്യും? സാമ്പിളിംഗ് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. അതിൽ എങ്ങനെ എത്ര സാമ്പിൾ എടുക്കണം, ഏത് സാമ്പിളിംഗ് യൂസ് ചെയ്യണം, എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ. ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ ഷെഡ്യൂളിൻ്റെ കാര്യങ്ങൾ, അല്ല ഷെഡ്യൂൾ അതായത് നമ്മളെ ടൈം ആൻഡ് കോസ്റ്റ് ഓഫ് റിസർച്ച്, എത്ര കോസ്റ്റ് വരും, ഈ കാര്യങ്ങളൊക്കെ ഈ റിസർച്ച് ഡിസൈനിൽ വളരെ വ്യക്തമായിട്ട് പറയേണ്ടതുണ്ട്. So it is provide a rational approach to research, enabling one to decide in advance what to do, how to do and investigating the subject. എങ്ങനെ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് റിസർച്ച് ഡിസൈനിൽ പറയുന്നത്. സോ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ്, അതായത് നമ്മൾ അപ്രോച്ച് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡായിട്ട് വരുന്നത് റിസർച്ച് ഡിസൈൻ പ്രിപ്പറേഷനാണ്. അതിൽ ക്ലിയർ ആയിട്ട് എന്ത് പറഞ്ഞു പോകണം, റിസർച്ചിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ റിസർച്ചർ പറഞ്ഞു പോകേണ്ടതുണ്ട്. സോ റിസർച്ച് ഡിസൈൻ ഇസ് എ ബ്ലൂ പ്രിൻറ്റ് ഫോർ ഫുൾഫില്ലിംഗ് ഒബ്ജക്റ്റീവ്സ്, അല്ലേ? ഇറ്റ് ഈസ് എ ബേസിക് ഫ്രെയിം വർക്ക് വിച്ച് പ്രൊവൈഡ്സ് ഗൈഡ് ലൈൻസ് ഫോർ ദ റിസർച്ച് പ്രോസസ്. ബാക്കി എല്ലാ പ്രോസസ്സിലും ഒരു ഫ്രെയിം വർക്കാണ്. ഓർ ഇറ്റ് ഈസ് എ മാസ്റ്റർ പ്ലാൻ സ്പെസിഫൈയിങ് ദ മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ കളക്ടിങ് ആൻഡ് അനലൈസിങ് ദ റെക്കോർഡ് ഇൻഫർമേഷൻ. നമുക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് എങ്ങനെ കളക്ട് ചെയ്യും, എങ്ങനെ അനലൈസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു മാസ്റ്റർ പ്ലാനാണ് ഇതിൽ പറഞ്ഞു പോകേണ്ടത്. ദെൻ ഫോർത്ത് സ്റ്റെപ്പ്, ഡാറ്റ കളക്ഷൻ. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യേണ്ട സ്റ്റേജ് എത്തി. എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യും? നമുക്ക് അറിയുന്ന കാര്യം, നമ്മളത് കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതും ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫീൽഡ് വർക്ക്, അല്ലേ? ഫീൽഡ് വർക്ക് എന്ന് പറയാം. സോ വൺസ് റിസർച്ച് ഹാസ് ഫൈനലൈസ് ദ റിസർച്ച് പ്രോബ്ലം ഓർ ബിസിനസ് പ്രോബ്ലം ഓർ റിസർച്ച് ഡിസൈൻ ആൻഡ് ദ അപ്രോച്ച് ടുവാർഡ്സ് ദ റിസർച്ച്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് collect the data required for the research. So data can be collected through various methods, such as observation method യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ, നേരിട്ട് നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ടെലിഫോൺ ഇൻ്റർവ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യനർ മെത്തേഡ്, ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഷെഡ്യൂൾ യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് മെത്തേഡ് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനുണ്ട്. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനാണ്, അല്ലാതെ സെക്കൻഡറി ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമായിട്ടുള്ള സെക്കൻഡറി ഡാറ്റ നമുക്ക് മറ്റുള്ള പബ്ലിഷ്ഡ് റെക്കോർഡ്സ് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് ഇസ് കോൾഡ് ഫീൽഡ് വർക്കാണ്, അല്ലേ? ഫീൽഡ് വർക്കാണ്. നമുക്ക് ആവശ്യമുള്ള ഡാറ്റ പ്രൈമറി സോഴ്സിൽ നിന്നും സെക്കൻഡറി സോഴ്സിൽ നിന്നും കളക്ട് ചെയ്യാന്നുള്ളതാണ്. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഇസ് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ അനലൈസ് ചെയ്യണം, അതുപോലെ അത് ഇൻ്റർപ്രിറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ദ പ്രോസസ് ഓഫ് ഡാറ്റ കൺസിസ്റ്റിംഗ് ഓഫ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് വൺ, എഡിറ്റിംഗ് വേണം. Then handling blank responses, classification, tabulation, coding, categorizing and entering data. ഇത്രയും സ്റ്റെപ്പുകളാണ് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെറുതെ ഡാറ്റ അനലൈസ് ചെയ്യില്ല, അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്റ്റെപ്പുകൾ ചെയ്യേണ്ടതുണ്ട്. എന്താണ് എഡിറ്റിംഗ് എന്ന് നോക്കാം. എഡിറ്റിംഗ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ദ ഡാറ്റ സിൻസ് ഇറ്റ് ഈസ് അറ്റ് ദി സ്റ്റേജ് ദ ഡാറ്റ വിച്ച് ഇസ് റിലവൻറ്റ് ക്യാൻ ബി ഡ്രോപ്ഡ്. എഡിറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്യണം. അതായത് അതിൻ്റെ വേണ്ടാത്ത ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റെസ്പോൺസുകൾ ഉണ്ടെങ്കിലൊക്കെ ഒഴിവാക്കി, പ്രോപ്പറായിട്ട് നമുക്ക് വേണ്ട ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി, വേണ്ട കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യണം, ക്വാളിറ്റിയിലെ കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്ത് നമ്മൾ റെസ്പോൺസുകളുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. അതാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. സോ ദ റോ ഡാറ്റ കളക്ടഡ് ഷുഡ് ബി എഡിറ്റഡ് ബിഫോർ ദ പ്രോസസ് ഓഫ് അനാലിസിന് മുമ്പ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഇൻഫർമേഷൻ men have not be noted in haste or no require for the research process can be deleted or dropped. നമുക്കത് ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് എഡിറ്റിംഗ് സ്റ്റേജിൽ. ദെൻ നെക്സ്റ്റ്, ഹാൻഡ്ലിംഗ് ബ്ലാങ്ക് റെസ്പോൺസുകൾ ഉണ്ടാവും. ഇപ്പം നമ്മൾ കൊടുത്തിട്ടുള്ള റെസ്പോൺസുകളിൽ ക്വസ്റ്റ്യൻസിൽ തീരെ ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ മൊത്തത്തിലും 25% താഴത്താണെങ്കിലും ആ ക്വസ്റ്റ്യൻ നമ്മൾ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. സോ ഇഫ് മോർ ദാൻ 25% ലെഫ്റ്റ് ബാക്ക്, 25% മുകളിൽ നമ്മളെ ക്വസ്റ്റ്യൻ ബ്ലാങ്ക് ആണ് എന്നുണ്ടെങ്കിൽ ഡിസ്കാർഡ് ദ ക്വസ്റ്റ്യൻ ഓർ അതർ കേസസ് ഓൺലി ഡിലീറ്റ് ദ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ തീരെ ഒരു റെസ്പോൺസ് ഇല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒഴിവാക്കണം. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടേബുലേഷൻ. എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റ നമ്മൾ ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് അല്ലെങ്കിൽ ഹെഡിലേക്ക് ക്ലാസിഫൈ ചെയ്യാം, അത് ടേബിളേറ്റ് ചെയ്യുക. ടേബിളേറ്റ് മീൻസ് ഫോർ മീനിങ് പർപ്പസ്, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടേബിളേഷനും ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഇറ്റ് ഈസ് ഡാറ്റ ക്യാൻ ബി കണ്ടൻസ് ഇൻ ടു ഫ്യൂ മാനേജബിൾ ആൻഡ് പർപ്പസ്ഫുൾ ഗ്രൂപ്പ് ആൻഡ് ടേബിൾസ് സോ ദാറ്റ് ഫർദർ അനാലിസിസ് ബിക്കം സിമ്പിൾ. ടേബിൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയുള്ള അനാലിസിസുകൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് മീനിങ് ആണെങ്കിൽ, മീഡിയം കാണണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റേത് ടെസ്റ്റുകളൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ടേബിൾസ് ആക്കി മാറ്റണം. അപ്പോൾ നമ്മൾ സാമ്പിൾസിനെ നമ്മൾ ടേബിളേറ്റ് ആയിട്ട് മാറ്റേണ്ടതുണ്ട്.
ദെൻ കോഡിങ് കൺവേർട്ട് നമ്മളെ ഡാറ്റ നമ്മളെ തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് ചില സിമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. അത് കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ തരുന്ന അല്ലെങ്കിൽ നമ്മൾ റെസ്പോൺസ് എടുത്തിരുന്ന ആൻസേഴ്സ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഓരോരുത്തർ ആൻസറും അടിച്ച് കയറ്റാൻ കഴിയില്ല. അതിന് പകരം ഓരോ റെസ്പോൺസ് നമ്മൾ ഒരു കോഡ് കൊടുക്കും. അപ്പോൾ ആ കോഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്ത് കയറ്റുക. So it is convert the data into simple and small figures so that the data can be deal with in easy manner. ഡാറ്റ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോഡാക്കി മാറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ജെൻഡർ എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ജെൻഡർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ മെയിൽ എന്ന് ആയിരിക്കും ആൻസർ, അല്ലെങ്കിൽ ഫീമെയിൽ എന്നായിരിക്കും ആൻസർ. അപ്പോൾ നമ്മൾ ഓരോ റെസ്പോണ്ടിന് ആൻസേഴ്സും അല്ലെങ്കിൽ ക്വസ്റ്റ്യനും നമ്മൾ ടൈപ്പ് ചെയ്ത് കയറ്റുകയാണെങ്കിൽ മെയിൽ ഫീമെയിൽ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യില്ല, അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, മെയിൽ എന്നതിന് പകരം നമ്മൾ 1 എന്ന് പറയുന്ന ഒരു കോഡ് കൊടുക്കും. ഫീമെയിൽ ആണെങ്കിൽ 2 എന്ന് പറയുന്ന കോഡ് കൊടുക്കും. അപ്പം മെയിൽ എന്ന് പറയുന്ന റെസ്പോൺസ് വന്നാൽ അവിടെ 1 എന്ന് ക്ലിക്ക് ചെയ്യും, ഫീമെയിൽ എന്ന റെസ്പോൺസ് വന്നാൽ 2 എന്ന് ക്ലിക്ക് ചെയ്യും. അതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസിനും ഓപ്ഷൻസും നമ്മൾ എന്ത് ചെയ്യും, കോഡാക്കി മാറ്റും. ഓക്കെ. ദെൻ ലാസ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറൈസ് ചെയ്യുക. നമ്മൾ ഡാറ്റ കാറ്റഗറൈസ് ചെയ്യുക. ദാറ്റ് മീൻസ് റിസർച്ചർ പുട്ട് ദം ഇൻ ടു കാറ്റഗറീസ് ഓർ ക്ലാസസ് ഓർ സെഗ്മെൻറ്റ്സ്. ഡിഫറെൻറ്റ് ക്ലാസ്സസ് അല്ലെങ്കിൽ സെഗ്മെൻറ്റ്സ് ആയിട്ട് മാറ്റാം. വിച്ച് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡാറ്റ ഒരുമിച്ച് ഒരു ഇതിൽ വരില്ല ഒരിക്കലും. അതാണ് സച്ച് എസ് ജെൻഡർ ആവാം, ഏജ് ആവാം, റിലീജിയൻ ആവാം. ഈ ഇതുപോലുള്ള ക്യാരക്ടറിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ് കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് ഇത്രയും സ്റ്റെപ്പുകൾ അടങ്ങിയതാണ്. Then analysis and interpretation of data result in observation, analysis, conclusion, induction, deduction. അതിനുശേഷം നമ്മൾ അത് ഒബ്സർവ് ചെയ്ത് അനാലിസ് ചെയ്ത് കൺക്ലൂഷനിൽ എത്തണം, അല്ലെങ്കിൽ കൺക്ലൂഷൻ ഡ്രോ ചെയ്യണം. ഇൻഡക്ഷൻ, ഡിഡക്ഷൻ പോലുള്ള തിയറീസ് യൂസ് ചെയ്ത് നമ്മൾ കൺക്ലൂഷൻസ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. മീൻ, മീഡിയൻ, മോഡ് പോലുള്ള സെൻട്രൽ ടെൻഡൻസീസ്, അല്ലെങ്കിൽ ഡിസ്പേഷൻ, SDMD, അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോസിസ് വരുന്ന ടെസ്റ്റിംഗ്, കോറിലേഷൻ, റിഗ്രഷൻ, അതുപോലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡാറ്റ അനാലിസിസ്. എന്തിനാണ് ഡാറ്റ അനാലിസിസ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഓഫ് ഗെറ്റിംഗ് എ ഫീൽ ഓഫ് ദ ഡാറ്റ. നമ്മളെ ഡാറ്റ എന്ന് പറയുന്നത് വലിയൊരു ലാർജ് സൈസ് ആയിരിക്കും. ഇപ്പം ഒരു 500 പേരുടെ ക്വസ്റ്റ്യൻ റെസ്പോൺസുകളാണെങ്കിൽ വലിയ ഡാറ്റ ആയിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അതിൻ്റെ സിമ്പിളായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ഡാറ്റയുടെ ഏകദേശം ഫീൽ അല്ലെങ്കിൽ ആവറേജ് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് സാധാരണ യൂസ് ചെയ്യാം. സോ ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ ലാർജ് ഡാറ്റ ഇൻ ടു മീനിങ് ഫുൾ ഇൻഡിക്കേറ്റേഴ്സ് ഷോയിങ് ദ സെൻട്രൽ ടെൻഡൻസീസ്. നമ്മുടെ ഡാറ്റയുടെ മൊത്തം ഐഡിയ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ നമ്മൾ സെൻട്രൽ ടെൻഡൻസീസ് ഒക്കെ യൂസ് ചെയ്യും. മീൻ കണ്ടുപിടിച്ച് നമുക്ക് എന്ത് മനസ്സിലാവും, 500 പേരുടെ ഡാറ്റയുടെ മീൻ കണ്ടുപിടിച്ച് നമുക്ക് മനസ്സിലാവും ആ ഡാറ്റ സെറ്റിൻ്റെ ഒരു ഐഡിയ എങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രെൻഡ് എന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ മീഡിയൻ ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെഷേഴ്സ് ആവാം. അപ്പോൾ ഡാറ്റയുടെ ടോട്ടൽ ഒരു ഫീൽ മനസ്സിലാക്കാൻ നമുക്ക് അനാലിസിസ് യൂസ് ചെയ്യാം. റിലയബിലിറ്റിയും വാലിഡിറ്റിയും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഹൈപ്പോസിസ് ടെസ്റ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് ഹൈപ്പോസിസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ടു ആക്സെപ്റ്റ് ടു റിജക്ട് ദ റിസർച്ച് ഹൈപ്പോത്തിസിസ് ലൈഡ് ഡൗൺ ബൈ ദ റിസർച്ചർ കൊടുത്തിട്ടുള്ള ഹൈപ്പോസിസ് ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോസിസ് എന്ന് പറയുന്നത്. ഇറ്റ് മേ പ്രൂവ് ഓർ ഡിസപ്രൂവ് എ തിയറി ഫെസിലിറ്റേറ്റ് ഫോർമുലേറ്റിംഗ് ഓഫ് ഫർദർ ഹൈപ്പോത്തിസിസ്. അതിൻ്റെ അടിസ്ഥാനം നമ്മൾ തിയറി ഫോർമുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ തിയറി ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ അതിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് അനാലിസിസ് ഓഫ് ഡാറ്റയിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ്, 6th സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിപ്പോർട്ട് പ്രിപ്പറേഷൻ ആണ്. നമ്മൾ ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സോ റിപ്പോർട്ട് ഈസ് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ഹാസ് ബീൻ ഡൺ ഓർ ഹൗ ഇറ്റ് ഹാസ് ബീൻ ഡൺ വിത്ത് റെസ്പെക്ട് ടു പർട്ടിക്കുലർ ഏരിയ ഓർ ടോപ്പിക്. നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബ്ലം അതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നുണ്ട്, അതെങ്ങനെ ചെയ്തു അല്ലേ, എന്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്, എങ്ങനെ അത് നിങ്ങളത് ചെയ്ത് ഓപ്പറേഷണലൈസ് ചെയ്തു എന്നുള്ള ആൻസറാണ് റിപ്പോർട്ടിൽ കാണിക്കേണ്ടത്. നമ്മൾ അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കഴിഞ്ഞ സ്റ്റെപ്പിൽ, അതേ സ്റ്റെപ്പാണിത്. എന്നാലും ബിസിനസ് റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത്. ആൻഡ് റിപ്പോർട്ട് ഷുഡ് കണ്ടെയ്ൻ ദ പ്രിലിമിനറി സെക്ഷൻ വേണം, മെയിൻ ബോഡി വേണം, ആൻഡ് എൻഡ് മാറ്റർ. ഇത്രയും കാര്യങ്ങൾ എന്തിൽ വേണം, ഒരു റിസർച്ച് റിപ്പോർട്ടിൽ വേണ്ടതുണ്ട്. So it is necessary to prepare a report and transmit the findings and recommendation to the managers for the intended purpose of decision making. ഈ ബിസിനസ് റിസർച്ചിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനെ നമ്മൾ ബിസിനസ് റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം റിപ്പോർട്ട് എന്ത് ചെയ്യണം, മാനേജേഴ്സിന് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ദെൻ റിസർച്ച് റിപ്പോർട്ട് ഷുഡ് കണ്ടെയ്ൻ എന്തൊക്കെ കാര്യങ്ങളാണ് റിസർച്ച് റിപ്പോർട്ടിൽ വേണ്ട കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെ വേണ്ടി വരും? First one, an executive summary which consists of synopsis of the problem,
ഫൈൻഡിങ്സ് ആൻഡ് റെക്കമെൻഡേഷൻസ് ഓഫ് റിസർച്ച്. റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ നമ്മളെ റിസർച്ചിൻ്റെ സിനോപ്സിസ് വേണം, ഒരു സമ്മറി, ഫൈൻഡിങ്സ് മേജറായിട്ട് എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്, ദെൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന സജഷൻസ് എന്തൊക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് വേണം, റിസർച്ചിൽ ആദ്യം വന്നിരിക്കണം. ദെൻ എൻ ഓവർവ്യൂ ഓഫ് റിസർച്ച്, ഇറ്റ് വിൽ ഗിവൻ ദ പ്രോബ്ലം ബാക്ക്ഗ്രൗണ്ട് പറയണം. ദ ലിറ്ററേച്ചർ സമ്മറി, നമ്മൾ നോക്കിയിട്ടുള്ള ലിറ്ററേച്ചർ സമ്മറി, മെത്തേഡ്സ്, പ്രൊസീജിയേഴ്സ്, കൺക്ലൂഷൻസ്, ഈ കാര്യങ്ങളൊക്കെ എന്തിൽ ഓവർവ്യൂ ആയിട്ട് പറയേണ്ടതുണ്ട്. ദെൻ എ പാർട്ട് വിൽ ഗിവ് ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജീസ് ഫോർ റെക്കമെൻഡേഷൻസ്, നമ്മൾ പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമ്മൾ പറയുന്ന സ്ട്രാറ്റജീസ്. അപ്പോൾ നമ്മൾ പ്രൈസിങ്ങിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുകയാണ് പ്രൈസ് കൂടുതലാണ് അല്ലെങ്കിൽ പ്രൈസ് കുറയ്ക്കേണ്ടതുണ്ട് എന്ന് സജഷൻ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ അത് കുറയ്ക്കും, എങ്ങനെ ഏത് മെത്തേഡ് യൂസ് ചെയ്യും എന്നുള്ള സ്ട്രാറ്റജീസ് നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ദെൻ ടെക്നിക്കൽ അപ്പൻഡിക്സ് ദാറ്റ് ഗിവ് ഓൾ ദ മെറ്റീരിയൽ നെസസറി ടു റീപ്രൊഡ്യൂസ് ദ പ്രൊഡക്റ്റ്. നമ്മൾ ചെയ്തിട്ടുള്ള റിസർച്ചിൻ്റെ അതിന് കൂടി യൂസ് ചെയ്തിട്ടുള്ള അപ്പൻഡിക്സുകൾ, ക്വസ്റ്റ്യർ ആവാം, മറ്റേതെങ്കിലും മെറ്റീരിയൽസ് ആവാം, അതിൻ്റെയൊക്കെ ഒരു ഫോമാറ്റ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് അപ്പൻഡിക്സിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ റിപ്പോർട്ട് ആയി. അപ്പോൾ സാധാരണ റിസർച്ച് റിപ്പോർട്ട് പോലെ തന്നെ ആണ് ബിസിനസ് റിസർച്ച് റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. പക്ഷേ അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ട്രാൻസ്മിറ്റ് ടു ദ മാനേജേഴ്സ് ഫോർ മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. കമ്പനിയുടെ ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ബിസിനസ് റിസർച്ച് നടത്തുന്നത്. ഇത്രയും സ്റ്റെപ്പുകളാണ് നമ്മൾ ബിസിനസ് റിസർച്ചിൽ വരുന്നത്, ഫേസസ് ഓഫ് ബിസിനസ് റിസർച്ചിൽ വരുന്നത്. താങ്ക് യു.